കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾ സുരക്ഷിതരാണോ? അങ്ങനെ അല്ലേ? പറയാം. ബൈ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരാണോ? അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ ബോഡി ഷെയ്മോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? എന്തൊക്കെ ശ്രദ്ധിക്കാം? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലമോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നമുക്ക് പരാതി നേരിട്ട് നൽകാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രം. 1. സംഭവിച്ച സമയം, സംഭവിച്ച സ്ഥലം, ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കാൻ ഇടയായത്, ഇനി അവരിൽ നിന്നും ഇത് സംഭവിക്കാൻ ഇടയുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായി പരാതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. കാര്യമാണ്. ഇനി നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നല്ലേ? അതായത് DV ആക്ട് പ്രകാരം കേസ് എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 498A പ്രകാരം 3 വർഷം വരെ തടവും 20,000 രൂപ വരെ പിഴയും ഉണ്ടാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ കാര്യങ്ങൾ? അതെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ ശരി, കാണാം, പോട്ടെ. നിൽക്ക്. അല്ല, കല്യാണം കഴിഞ്ഞവരുടെ കാര്യം പറഞ്ഞു. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ കാര്യം എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം അറിയൂ? അതൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് പാർട്ട് 2-ൽ ഇറക്കിയാൽ പോരെ? അപ്പോൾ പാർട്ട് 2-ൽ അറിയാം അല്ലേ? ശരി, ഓക്കെ. പാർട്ട് 2-ൽ കാണാം. ബൈ.